ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അനധികൃത കുടിയേറ്റം രാജ്യം നേരിടുന്ന വലിയ ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. ജാംനഗറിൽ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചു. ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ സെബി മേധാവിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് മുംബൈ അഴിമതി വിരുദ്ധ കോടതി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരളത്തിൽ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം രാജ്യം നേരിടുന്ന വലിയ ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. തിരുവനന്തപുരത്ത് ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ 4ാമത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനങ്ങൾക്ക് മാതൃകയാകണമെന്നും ജനങ്ങളുടെ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ഇടമാണ് പാർലമെന്റെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഭാരതീയ വിചാര കേന്ദ്രം കവടിയാർ ഉദയ് പാലസിൽ സംഘടിപ്പിച്ച 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ രാവിലെ 11:45ഓടെയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിരുവനന്തപുരത്ത് എത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മന്ത്രി GR അനിലും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചത്. പ്രഭാഷണത്തിന് മുന്നോടിയായി ഉപരാഷ്ട്രപതി വൃക്ഷത്തൈ നട്ടു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിനെയും പത്നി ഡോക്ടർ സുധേഷ് ധൻകറിനെയും ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രഭാഷണ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി ഉച്ചയ്ക്ക് 1:15ഓടെ ഹൈദരാബാദിലേക്ക് മടങ്ങി. ഹൈദരാബാദിലെ IIT സന്ദർശിച്ച ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. ജാംനഗറിലെ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാര പ്രധാനമന്ത്രി സന്ദർശിച്ചു. സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം ശ്രീ സോമനാഥ് ട്രസ്റ്റിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. നാളെ അദ്ദേഹം ഗിർ ദേശീയോദ്യാനം സന്ദർശിക്കും. ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത 12 വ്യത്യസ്ത കേസുകളിലായി ലഹരിമരുന്ന് കടത്തിയ 29 പേരെ ശിക്ഷിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇത്തരക്കാർക്ക് കേന്ദ്ര സർക്കാർ കനത്ത ശിക്ഷ നൽകുമെന്നും ശ്രീ ഷാ അറിയിച്ചു. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി പഴുതടച്ച അന്വേഷണങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഹരി വിപണിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ സെബി മേധാവി മാധവി പുരിബുജ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ മുംബൈയിലെ പ്രത്യേക അഴിമതി വിരുദ്ധ കോടതി ഉത്തരവിട്ടു. ഒരു പത്രപ്രവർത്തകൻ സമർപ്പിച്ച ഹർജിയിലാണ് ജഡ്ജ് SC ബംഗാറിന്റെ ഉത്തരവ്. അന്വേഷണം നിരീക്ഷിക്കുമെന്നറിയിച്ച കോടതി കേസിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിലെ നമ്പറുകളിലുള്ള സമാനത കള്ളവോട്ടുകളാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സമാന നമ്പറുകൾ ഉള്ളതായി ചൂണ്ടിക്കാട്ടിയുള്ള മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. നമ്പറുകൾ ഒരുപോലെയാണെങ്കിലും ഇവരുടെ നിയമസഭാ മണ്ഡലവും പോളിംഗ് ബൂത്തുകളും വ്യത്യസ്തമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും സഭ നാളെ പരിഗണിക്കും. ബജറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 17നാണ് നിയമസഭ പിരിഞ്ഞത്. കേരളത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ. എല്ലാ പരീക്ഷകളും മാർച്ച് 26ന് അവസാനിക്കും. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി V ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. വിശുദ്ധ റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈ മാസം ആത്മസംയമനത്തിന്റെയും സഹാനുഭൂതിയുടെയും വിശുദ്ധ കാലമാണ്. പുണ്യമാസത്തിന്റെ ആരംഭവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏവർക്കും ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സുതാര്യത, കാര്യക്ഷമത, ഉൾക്കൊള്ളൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്തെ പൊതുസംഭരണത്തിൽ പരിവർത്തനം സൃഷ്ടിച്ച് ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് ജെം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 63 ലക്ഷം ഓർഡറുകൾ ലഭിച്ചതായും 4 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ മൂല്യമെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കൾക്കായി വിശാലമായ സംഭരണ സംവിധാനം സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാജ്യത്തെ പൊതുസംഭരണ ഓൺലൈൻ സംവിധാനമാണ് ജെം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ ദാരിദ്ര്യത്തിൽ ഗണ്യമായ കുറവെന്ന് ഗവേഷണ പഠനം. സാമ്പത്തിക ശാസ്ത്രജ്ഞരായ സുർജിത് എസ് ഭല്ല, കരൺ ഭാസിൻ എന്നിവരുടെ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ. രാജ്യത്ത് അതിദരിദ്രരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെന്നും 2022-23, 2023-24 വർഷങ്ങളിലെ ഗാർഹിക ചെലവുകൾ അധികരിച്ചുള്ള പഠനത്തിൽ പറയുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ അസമത്വത്തിലും വലിയ കുറവുണ്ടായതായി ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷൻ CWC നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ CWCയുടെ 69ാമത് സ്ഥാപക ദിനാഘോഷ വേളയിൽ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CWC caters to diverse clientele varying from government organizations, private companies, retailers, traders, customs. CWC also has a critical role in successful implementation of Pradhan Mantri Garib Kalyana Anna Yojana and Pradhan Mantri Annadata Aaya Savrakshan Abhiyan. പയർവർഗ്ഗങ്ങൾ, പരുത്തി, നിലക്കടല തുടങ്ങിയവയുടെ സംഭരണം, പരിപാലനം, ചരക്ക് നീക്കം എന്നിവയിലൂടെ PM ഗരീബ് കല്യാൺ യോജന, PM ആശ എന്നീ പദ്ധതികളുടെ വിജയകരമായ പ്രവർത്തനത്തിന് CWCക്ക് സാധിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. 74 വർഷത്തിനിടെ ആദ്യമായി ഫൈനൽ കളിച്ച കേരളത്തിന്റെ പ്രതീക്ഷകൾ തകർത്താണ് വിദർഭ 3ാം കിരീടം സ്വന്തമാക്കിയത്. കലാശപ്പോരാട്ടം സമനിലയിൽ അവസാനിച്ചതോടെ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ ആനുകൂല്യത്തിൽ വിദർഭയെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ 37 റൺസിന്റെ ലീഡാണ് വിദർഭയ്ക്ക് ലഭിച്ചത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂസിലൻഡ് 14 ഓവറിൽ 2 വിക്കറ്റിന് 52 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ടോസ് നേടിയ ന്യൂസിലൻഡ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസിലൻഡിനെ മാറ്റ് ഹെൻറി 5 വിക്കറ്റ് നേടി. ഇരു ടീമും സെമിഫൈനൽ ബെർത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിജയികൾ മറ്റന്നാൾ നടക്കുന്ന സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യൻ ബാറ്റർ വിരാട് കോഹ്ലിയുടെ 300ാം ഏകദിനം എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC ബംഗളൂരു FC മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്ഷദ്വീപിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടകയിലെ തീരദേശ മേഖലയിൽ ഉഷ്ണതരംഗ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ചൂടിനും ഈർപ്പമേറിയ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി മഴയാണ് ലഭിക്കുന്നത്. ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ വീണ ജോർജ്, MB രാജേഷ് എന്നിവർ സന്നിഹിതരാകും. സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തിയാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത കുടിയേറ്റം രാജ്യം നേരിടുന്ന വലിയ ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. ജാംനഗറിൽ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചു. ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ സെബി മേധാവിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് മുംബൈ അഴിമതി വിരുദ്ധ കോടതി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരളത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.